ഇന്ന് മിഷൻ ഞായറാണ്. കുഞ്ഞുനാൾ തൊട്ടേ നമ്മുടെ ഓർമ്മയുടെ ഭാഗമാണ് മിഷൻ ഞായർ. ഞാൻ ഓർക്കുന്നുണ്ട്, കൊച്ചിലേക്ക് നമ്മളിങ്ങനെ ഓടി നടന്ന് പിരിവെടുത്ത് മിഷൻ പിരിവെന്നൊക്കെ പറഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ പിരിച്ചെടുത്തുകൊണ്ട് വന്ന് അതിനുശേഷം സെമിനാരി വന്നപ്പോൾ സെമിനാരിൽ ഇത് ഭയങ്കര ആഘോഷമായിട്ടാണ്. ലോകം മുഴുവനും കർത്താവിന്റെ നാമം പ്രഘോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് മിഷന് പിന്തുണ കൊടുക്കുന്ന ഒരു ദിവസമാണ് മിഷൻ ഞായർ. അതായത് ഒരു കാലത്ത് വിദേശ മിഷണറിമാര് കേരളത്തിൽ വന്ന് ഈശോയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിപ്പിച്ചു തന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ലോകം മുഴുവനും നമ്മുടെ മക്കള് ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് കർത്താവിനെ പ്രഘോഷിക്കുക. അത് പട്ടം കിട്ടിയ അച്ഛന്മാരുടെയോ വ്രതമേറ്റ സന്യസ്തരുടെയോ മാത്രം ഉത്തരവാദിത്വം അല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവവിളിയൊക്കെ ആഗ്രഹിക്കണം കേട്ടോ. കൂടുതൽ കുട്ടികൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കട്ടെ, സന്യസ്തരുണ്ടാകട്ടെ, നമുക്ക് ഈശോയുടെ ശുശ്രൂഷയുടെ ഭാഗമാകാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 19 ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാം വായന. രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും 10ഉം 11ഉം വാക്യങ്ങളും. മൂന്നാം വായന കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം മത്തായി സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് മിഷൻ ഞായറാണ്. ആഗോള കത്തോലിക്ക സഭ ഇന്ന് മിഷൻ ഞായറായിട്ട് ആഘോഷിക്കുമ്പോൾ ആ മിഷൻ ഞായറിൻ്റെ വായനകളാണ് ഈ 4 വായനകൾ. ഏലിയാസ് ലീവ മൂശ കാലത്തിൻ്റെ വായനകളുണ്ട്, ഇതുമുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ വരുന്ന വായനകൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ബഹുമാനപ്പെട്ട വൈദികർ ഔചിത്യം പോലെ വായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്നത് ഈ മിഷൻ ഞായറിൻ്റെ, കാരണം അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ മിഷന് ഈ കാലത്ത്. മിഷൻ ഞായർ കുഞ്ഞുനാൾ തൊട്ടേ നമ്മുടെ ഓർമ്മയുടെ ഭാഗമാണ് മിഷൻ ഞായർ. ഞാൻ ഓർക്കുന്നുണ്ട്, കൊച്ചിലേക്ക് നമ്മളിങ്ങനെ ഓടി നടന്ന് പിരിവെടുത്ത് മിഷൻ പിരിവെന്നൊക്കെ പറഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ പിരിച്ചെടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ പള്ളികളിൽ തന്നെ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ വെച്ച് മിഷന് വേണ്ടിയിട്ട് തുക കളക്ട് ചെയ്ത് അത് മിഷന് കൊടുത്തുകൊണ്ടിരുന്നത് സൺഡേ സ്കൂൾ കാലത്തുള്ള ഓർമ്മയാണ്. അതിനുശേഷം സെമിനാരി വന്നപ്പോൾ സെമിനാരിൽ ഇത് ഭയങ്കര ആഘോഷമായിട്ടാണ്. മിഷൻ സൺഡേ ആഘോഷം ഭയങ്കര ഹിറ്റാണ് സെമിനാരിയിൽ. വിവിധങ്ങളായ ഗെയിംസ്, ഫുഡ് ഫെസ്റ്റ്, ലേലം വിളി, ഓപ്ഷനൊക്കെ വളരെ ഫേമസ് ആണ്. എല്ലാവരുടെയും മുറിയിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതെല്ലാം കൂടെ നിരത്തി വെച്ച് ലേലം വിളിച്ച് അവർ തുകയൊക്കെ എടുത്ത് ആ തുക മുഴുവൻ കളക്ട് ചെയ്ത് മിഷന് കൊടുത്തു. അപ്പോൾ ബ്രദേഴ്സിൻ്റെ കയ്യിലൊക്കെയുള്ള എന്തെങ്കിലും പേഴ്സണൽ സേവിങ്സ് കുറച്ചൊക്കെ അവരുടെ പോക്കറ്റ് മണിയായിട്ട് കൈ കരുതിയിരിക്കുന്നതൊക്കെയാണ് ഈ മിഷന് വേണ്ടി കൊടുത്ത്. അന്നൊരു ആവേശമാണ്. അപ്പം ഇത് ഒരുമിച്ച് ബാച്ച് വൈസ് ഒക്കെയാണ് ഇത് ചെയ്യുന്നതൊക്കെ. അപ്പം അങ്ങനെ മിഷൻ ഞായർ നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സൺഡേ സ്കൂൾ ഫോർമേഷനും ഒക്കെ ഉള്ളവർക്ക് നല്ല ഓർമ്മയുടെ ഭാഗമാണ്. ഇപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ മിഷൻ ഞായറിനനുബന്ധിച്ചുള്ള കളക്ഷൻ എടുപ്പ്. അതായത് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശാണ് കൊടുക്കുന്നത്, പക്ഷെ അതുപോലെ ഒരു ആഘോഷമായിട്ടും സന്തോഷമായിട്ടും നമ്മൾ ചെയ്യുന്ന, ലോകം മുഴുവനും കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് മിഷന് പിന്തുണ കൊടുക്കുന്ന ഒരു ദിവസമാണ് മിഷൻ ഞായർ. അപ്പോൾ ഈ മിഷൻ ഞായർ ആരംഭിച്ചത് 1926 മിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ദിവസം മാറ്റിവെച്ച് സഭ ഒരുമിച്ച് മിഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ മിഷൻ ഞായറിൻ്റെ ഈ സംവിധാനം ആരംഭിച്ചത്. ഇന്നത്തെ പ്രഭാഷണം ഉണ്ടല്ലോ, ഇതൊരല്പം സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളൊരു 1.5x 2x ഒക്കെ ഇട്ട് കേട്ടു. കാരണം മിഷൻ ഈ കാലത്ത് നമ്മൾ തിരിച്ചു പിടിക്കേണ്ട സഭയുടെ സ്വഭാവമാണ്. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ല മിഷൻ. അതേസമയം സഭയുടെ കോറാണത്. സഭയുടെ സ്വഭാവത്താലേ സഭ പ്രേക്ഷിതയാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ 4 വായനകളും സുന്ദരമാണ്. ഇന്ന് നൽകിയിരിക്കുന്ന 4 വായനകളും അത് പുറപ്പാട് പുസ്തകത്തിലെ മോശയുടെ വിളിയാണെങ്കിലും, രണ്ടാം വായനയിൽ യേശയ്യാ പ്രവാചകനെ വിളിക്കുന്ന ഭാഗമാണെങ്കിലും, ലേഖനത്തിൽ പൗലോസ്ലീഹ തൻ്റെ മിഷനെക്കുറിച്ച് പറയുന്നത്, ഈശോ തന്നെ മിഷൻ ഏൽപ്പിച്ച് വിടുന്നത്, ഇതെല്ലാം ഈ ഒരൊറ്റ ത്രെഡാണ്. വളരെ സുന്ദരമായിട്ട് നമുക്ക് തന്നെ ധ്യാനിക്കാൻ, നമ്മുടെ തന്നെ വിളിയെ ധ്യാനിക്കാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് ഒരല്പം സമയം എടുക്കണേ, ക്ഷമയോടെ ഇരിക്കണം. പറ്റുന്നവരൊക്കെ ഒരു ടേബിളിൽ ബൈബിൾ തുറന്നു വെച്ചിട്ട് വേണം ഇന്നത്തെ ഈ ധ്യാനത്തിലൂടെ കടന്നു പോകാൻ. വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻറ്റിൽ ആദ് ജന്തസ്, അത് മിഷന് വേണ്ടി തന്നെയാണ്, ജനതകളിലേക്ക് കർത്താവിനെ എത്തിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇതിന് സൂചനകൾ നൽകിയിരിക്കുന്നത്. റിഡംതോറിസ് മിസിയോ, രക്ഷകൻ്റെ മിഷൻ, പ്രേക്ഷിത പ്രവർത്തനം, അതിനെക്കുറിച്ച് മഹാനായ മാർപ്പാപ്പ ജോൺ പോൾ സെക്കൻഡിൻ്റെ തിരുവെഴുത്ത് റിഡംതോറിസ് മിസിയോ, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മിഷനെക്കുറിച്ച്, അത് ഓരോ ക്രിസ്ത്യാനിയും മിഷണറിയാണെന്ന് മാർപ്പാപ്പ
വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിഷൻ നടക്കേണ്ട രീതിയെക്കുറിച്ച് ഡയലോഗ് നടക്കണം, വർത്തമാനങ്ങൾ നടക്കണമെന്ന്, സംവാദങ്ങൾ നടക്കണം, മറ്റിതര മതസ്ഥരുമായിട്ടൊക്കെ ഡയലോഗ് നടക്കണം, ഇൻകൾച്ചറേഷൻ നടക്കണം, ഓരോ സംസ്കാരത്തിനും ചേരുന്ന രീതിയിൽ സുവിശേഷം അവിടെ പ്രഘോഷിക്കപ്പെടണം, ന്യൂ ഇവാഞ്ചലൈസേഷൻ നടക്കണം, ഒരു നവ സുവിശേഷവൽക്കരണം നടക്കണം. ഇതൊക്കെ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ റിദംതോറിസ് മിസിയോ എന്ന തിരുവഴുത്തിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. അത് സഭ ഏറ്റെടുക്കുന്നു. അത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും CCC 850 പറയുന്നത്, സഭ അവളുടെ സ്ഥാപകൻ്റെ മനസ്സ് ഏറ്റെടുക്കുകയാണ് പ്രീച്ചിങ്ങിലൂടെ. മിശിഹാ തമ്പുരാൻ്റെ മനസ്സാണത്. പ്രീച്ചിങ് നടത്തുക, എല്ലാ ജനങ്ങളിലേക്കും സകല മനുഷ്യരിലേക്കും സുവിശേഷം എത്തിക്കണമെന്നുള്ളത് സഭയെ സ്ഥാപിച്ചവൻ്റെ മനസ്സാണ് സഭ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതുകൂടാതെ CCCയിൽ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 758 തൊട്ട് 761 വരെ 773 അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അത് നല്ല സുന്ദരമാണ്, നമ്മൾ ധ്യാനിച്ചിരിക്കണം. മിഷൻ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അത് ട്രിനിറ്റിയിൽ തന്നെയാണ് മിഷൻ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രേഷിത സ്വഭാവം, കാരണം പിതാവിൽ നിന്ന് പുത്രൻ വരുന്നു, പിതാവ് പുത്രനെ അയക്കുന്നു. ഫാദർ സെൻഡ് ഹിസ് സൺ ടു റിഡീം ദ വേൾഡ്. അപ്പോൾ പിതാവ് പുത്രനെ അയക്കുന്നു, പുത്രൻ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു, പരിശുദ്ധാത്മാവ് സഭയെ അയക്കുന്നു. സെൻഡ്, അയക്കുകയാണ്, സ്ലീഹ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും സഭ ലോകം മുഴുവനിലേക്കും സഭയുടെ മക്കളെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവ് പുത്രനെ അയച്ചതുപോലെ, പുത്രൻ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ, പരിശുദ്ധാത്മാവ് സഭയെ അഭിഷേകം ചെയ്തൊരുക്കി ലോകം മുഴുവനിലേക്കും അയച്ചതുപോലെ ഈ മിഷൻ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർക്കരുത് നിങ്ങൾ, ഈ മിഷൻ ഇത് സന്യസ്തരുടെ, വൈദികരുടെ, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ, കുറച്ച് അൽമായ പ്രേക്ഷിതരുടെ മാത്രം ദൗത്യമാണ്. അങ്ങനല്ല, തീർച്ചയായിട്ടും അവരെ നമ്മൾ മാനിക്കണം. ഈ ദിവസം പ്രത്യേകം ഓർക്കണം, ലോകത്തിൻ്റെ ഒത്തിരി ഭാഗങ്ങളിൽ സുവിശേഷത്തിൻ്റെ വേല ചെയ്യുന്നവർ, ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, പ്രത്യേകിച്ച് ഇങ്ങനെ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന, നമ്മളിലേക്ക് കർത്താവിനെ വീണ്ടും വീണ്ടും എത്തിക്കുന്ന, അതാണ് നവസുവിശേഷവൽക്കരണം. കർത്താവിനെ കേട്ടവരിലേക്ക് വീണ്ടും സുവിശേഷം എത്തിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന്, നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ഒരു കൗണ്ടർ സുവിശേഷവൽക്കരണം നടക്കുന്നില്ലേ? അതായത് ഒരു കാലത്ത് വിദേശ മിഷണറിമാർ കേരളത്തിൽ വന്ന് ഈശോയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിപ്പിച്ചു തന്നെങ്കിൽ ഇപ്പം നമ്മൾ ലോകം മുഴുവനും നമ്മുടെ മക്കൾ ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യമാണ്. അപ്പോൾ സുവിശേഷവൽക്കരണം നടക്കണം. സുവിശേഷത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് നിങ്ങൾ പിന്തുണ കൊടുക്കണം, പ്രാർത്ഥന കൊടുക്കണം. നിങ്ങളെക്കൊണ്ടാകുന്ന നിങ്ങളുടെ കഴിവിൻ്റെ, നിങ്ങളുടെ സമ്പത്തിൻ്റെ, നിങ്ങളുടെ സമയത്തിൻ്റെ ഒക്കെ പിന്തുണ കൊടുക്കണം. ഈ നേരത്ത് ഞാനും നന്ദിയോടെ ഓർക്കുന്നു, ഒരു എളിയ ശുശ്രൂഷയാണ് ഈ ഫീഡ് മൈ ഷീപ്പ് എന്ന ഈ ശുശ്രൂഷ. നിങ്ങൾക്കറിയാം, അത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ ശുശ്രൂഷ പല തലമുറ, പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിലേക്ക്, മുതിർന്നവരിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എളിയ ശുശ്രൂഷയാണെങ്കിൽ കൂടി ഈ ശുശ്രൂഷയെ പിന്തുണയ്ക്കുന്ന, ഈ മിഷൻ സീലോടുകൂടി ഫീഡ് മൈ ഷീപ്പിന് പിന്തുണ നൽകുന്ന ഒട്ടനവധി പേരുണ്ട്. അവരുടെയൊക്കെ പിന്തുണ കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ, ചെലവുകളൊക്കെ നടന്നു. അവരെ ഈ നേരത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, ഇഷ്ടം പോലെ സംവിധാനങ്ങൾ നമുക്കിന്നുണ്ട്. ഈ ശുശ്രൂഷയുടെ മേഖലകൾ, അവിടെയൊക്കെ പല വിധത്തിൽ പിന്തുണ നൽകുന്ന, ചിലപ്പോഴൊക്കെ സാന്നിധ്യം കൊണ്ട്, സഹകരണം കൊണ്ട്, നിങ്ങളുടെ ആരോഗ്യം കൊണ്ട്, സമയം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടൊക്കെ ശുശ്രൂഷിക്കുന്ന ഒട്ടനവധി പേര്. നിങ്ങളൊക്കെ ഈ ശുശ്രൂഷയാണ്. കാരണം ഉണ്ടല്ലോ, മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് കർത്താവിനെ പ്രഘോഷിക്കുക. അത് പട്ടം കിട്ടിയ അച്ഛന്മാരുടെയോ വ്രതമേറ്റ സന്യസ്തരുടെയോ മാത്രം ഉത്തരവാദിത്വം അല്ല. അങ്ങനെ വിചാരിക്കാതെ, മാമോദീസ സ്വീകരിച്ച എല്ലാവരും മിഷണറീസാണ്. മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ്. ഈ ധ്യാനത്തോടുകൂടി ഇത്രയൊക്കെ മിഷൻ സൺഡേയെക്കുറിച്ച് ആമുഖമായിട്ടൊന്ന് കേട്ട് നമ്മളിനി ഓരോ വായനയും ഓടിച്ചിട്ടൊന്ന് കേൾക്കാം. പക്ഷേ ഓരോന്നിലും ഞാൻ പെട്ടെന്ന് പോയിന്റ് പറഞ്ഞു പോകാം. അപ്പം നമുക്കുണ്ടല്ലോ, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഈ വചനം ഇരുന്ന് വായിക്കുമ്പോൾ നമ്മളൊരു കേവല ഉപരിവിപ്ലവമായ വായനയ്ക്കപ്പുറത്ത് ആഴത്തിൽ വായിക്കാൻ ചില പോയിന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ബൈബിൾ എടുത്തു വെക്കുക. ഒന്നാം വായന മോശയുടെ വിളിയാണ്. അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. മോശയെ, ജത്രോയുടെ, തൻ്റെ അമ്മായിപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന മോശയെ കർത്താവ് വിളിച്ച് മുൾപടർപ്പിൽ കത്തി നിൽക്കുന്ന സാന്നിധ്യമായി കർത്താവ് മോശയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വിളിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഒരു 4-5 പോയിന്റ് ഞാൻ പറയട്ടെ, വേഗം കുറിച്ചിടുക. വായിക്കുന്ന വഴിക്ക് അത് പിന്നീട് കണ്ടെത്തുക. ഒന്നാമത്തത്, ഗോഡ് ഇനീഷ്യേറ്റ്സ് മിഷൻ.
ഈ പ്രേക്ഷിത ദൗത്യം തുടക്കം കുറിക്കുന്നത് കർത്താവിൽ നിന്നാണ്. മോശ മര്യാദയ്ക്ക് ഏതാണ്ട് പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയല്ലായിരുന്നു ആടിൻ്റെ പുറകെയൊക്കെ. ആരാ മുൻകൈ എടുക്കുന്നത്? മിഷന്, പ്രേക്ഷിത ദൗത്യത്തിന് മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. ഗോഡ് ഇനിഷ്യേറ്റ്സ് മിഷൻ. മോശേ മോശേ എന്ന് 2 ആവർത്തി വിളിച്ച് ആ മോശയെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്. രണ്ടാമത്തത്, പിന്നെ നമ്മൾ കാണുന്നൊരു ഘട്ടം എന്താണെന്നറിയാമോ? മോശനുണ്ടാകുന്ന റിലക്റ്റൻസ്, ഒരു എക്സ്ക്യൂസസ്, അതായത് ഒരു മടി. അത് സ്വാഭാവികമാണ് കേട്ടോ, അത്തരം മടികൾ. നമ്മളിത് കേട്ട പാടെ നമുക്കിത് ഇറങ്ങി തിരിക്കാനൊന്നും പറ്റണമെന്നില്ല. അത് പരിശുദ്ധ അമ്മ അവൾ അസ്വസ്ഥയായി ചിന്തിച്ചു എന്നൊക്കെ പറയത്തില്ലേ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ? അതുപോലെ ഒരു റിലക്റ്റൻസ്, എ കൈൻഡ് ഓഫ് എക്സ്ക്യൂസ് ഒക്കെ മോശയിൽ നിന്നുണ്ടായി. മോശ ചോദിക്കുന്നുണ്ട്. എത്രാമത്തെ വാക്യം? 11-ാമത്തെ വാക്യം വായിച്ചേ. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? ഇത് എൻ്റെ പണിയാകുന്നത് എങ്ങനെയാണ്? എനിക്കിതിനുള്ള യോഗ്യത എന്താണ് ഉള്ളത്? അപ്പോൾ അവിടെ ആ നേരത്ത് അതിനെക്കുറിച്ച് സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്, ഇത്തരം റിലക്റ്റൻസ്, ഇത്തരം റെസിസ്റ്റൻസ് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ബലഹീന പ്രകൃതിയാണ്. നമ്മുടെ ബലഹീനമായ പ്രകൃതിയുടെ സൂചനയാണ് മിഷൻ ഏറ്റെടുക്കാൻ നമുക്കുണ്ടാകുന്ന ഒരു മടി. അത് നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല, നമ്മൾ ബലഹീനരായതുകൊണ്ടാണ്. എന്നിട്ട് അഗസ്തിനോസ് പറയുകയാണ്, അവിടെയാണ് ഗ്രേസ്, കൃപ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ച് മിഷന് നമ്മളെ എക്വിപ്ഡ് ആക്കുന്നത്. മൂന്നാമത്തത്, അതായത് ദൈവം എന്താ നൽകുന്നത്? മൂന്നാമത്തെ ഒരു ഘട്ടം കൂടെ മനസ്സിലാക്കിയിട്ട് ഇത് അവസാനിപ്പിക്കാം. മോശയുടെ വിളി അവസാനിപ്പിക്കാം. ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുകയാണ് മോശയ്ക്ക്. ഞാൻ ആയിരിക്കുന്നവൻ, യാഹ്വേ, ഐ ആം ഹു ആം, ഞാൻ ആയിരിക്കുന്നവൻ, ഞാൻ നിൻ്റെ കൂടെ വരും. തൻ്റെ പേര് വെളിപ്പെടുത്തി ശക്തിപ്പെടുത്തി തൻ്റെ പ്രസൻസ് മോശയ്ക്ക് കൊടുക്കുകയാണ്. ഞാൻ നിൻ്റെ കൂടെ വരുമെന്നല്ലേ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. 12-ാമത്തെ വാക്യം വായിച്ചേ. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതൊരു അടയാളമായിരിക്കും. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ കർത്താവ് വിളിച്ചു, കർത്താവാണ് തുടക്കം. ഇവിടുന്ന് ഒരു മടി, ഒരു എതിർപ്പ്, കർത്താവ് പേര് വെളിപ്പെടുത്തി ഉറപ്പിച്ച് ഞാൻ കൂടെ കാണുവടാ എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. മിഷൻ്റെ കോർ, എല്ലാ കാലവും മിശിഹായുടെ സഭ അവളുടെ പ്രേക്ഷിത ദൗത്യം ചെയ്യുന്നതിൻ്റെ കോർ എന്താണെന്നുള്ള വാക്യം ഇവിടെ കിടപ്പുണ്ട്. 7-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, ജനത്തിൻ്റെ കണ്ണീര് ഞാൻ കണ്ടു, ജനത്തിൻ്റെ ക്ലേശം ഞാൻ കണ്ടു. ആ കണ്ണീരിന്, ആ ക്ലേശത്തിന് കർത്താവ് ഒരുക്കുന്ന ഉത്തരമാണ് മോശയിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്, വിമോചനം. എല്ലാ കാലത്തും അങ്ങനെയാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ, ഈശോയ്ക്ക് അവരോട് അലിവ് തോന്നിയവൻ ഉടനെ പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ അലിവിൻ്റെ, ലോകത്തിൻ്റെ ക്ലേശങ്ങളും കണ്ണീരും കണ്ട ദൈവത്തിൻ്റെ അലിവിൻ്റെ എക്സ്റ്റൻഷൻ ആയിരിക്കണം സഭയുടെ മിഷൻ. ഓരോരുത്തരുടെയും ദൈവവിളി കർത്താവിൻ്റെ അലിവിൻ്റെ എക്സ്റ്റൻഷനാണെന്ന് ഓർക്കണേ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച്, ഈ മോശയുടെ വിളിയെക്കുറിച്ച് സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് എന്ന സഭാപിതാവ് പറയുന്നത്, ഈ മിശിഹായുടെ ടൈപ്പാണ്, ടിപ്പോളജി എന്ന് പറയും. അതായത് മിശിഹ അവിടെ ഉണ്ട്, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. അതിൻ്റെ ഒരു സൂചന, ഒരു ടൈപ്പാണ് ആര്? മോശ. കാരണം എന്താ? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ചെടുക്കാൻ മോശ ഇറങ്ങിത്തിരിക്കുന്നത് പോലെ ലോകത്തെ പാപത്തിൻ്റെ അടിമച്ചങ്ങല തകർത്ത് വിമോചിപ്പിക്കാൻ മിശിഹ വന്നു. അപ്പോൾ ഈശോയുടെ ഒരു ടൈപ്പായിട്ട് മോശയെ സെൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2-ാം വായനയിലേക്ക് പോകാം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ബൈബിൾ എടുക്കാം, കണ്ടിന്യൂ ചെയ്യാം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം. 6-ാം അധ്യായത്തിലാണ് ഈ ഏശയ്യായെ ദൈവം വിളിക്കുന്ന. ആദ്യം ദർശനം കിട്ടുന്നു. ദർശനം കിട്ടുമ്പോൾ ഏശയ്യാ പറയുന്നു, ഞാൻ അയോഗ്യനാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം അവനെ പ്യൂരിഫൈ ചെയ്യുന്നു. പ്യൂരിഫൈ ചെയ്തിട്ട്, ആ പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പം ഏശയ്യ അവൻ്റെ വില്ലിങ്നെസ് അവതരിപ്പിക്കുന്നു. ഐ ആം ഹിയർ ഐ ആം ലോഡ്, ഇതാ ഞാൻ ദാസൻ, എന്നെ അയച്ചാലും എന്ന് പറയുന്നു. ഇത്രയാണ്. നോക്കിക്കേ, ആ വിളിയുടെ ഒരു പ്രോഗ്രഷൻ കണ്ടോ, അതെങ്ങനെയാണ് തുടങ്ങി വരുന്നതെന്ന്. അപ്പോൾ ഏശയ്യായുടെ വിളിയുടെ പ്രത്യേകത, അതിനെ നമുക്കൊരു മൂന്നായിട്ട് തിരിച്ചാൽ, നമ്മൾ മോശയുടെ വിളിയെ തിരിച്ചില്ല, അതുപോലെ ഏശയ്യായുടെ വിളിയെ ഒരു 3 പോയിൻ്റായിട്ട് തിരിച്ചാൽ, ഒന്നാമത്തത് വിഷൻ പ്രിസീഡ്സ് വൊക്കേഷൻ എന്ന് പറയാം. വിഷൻ, ഒരു ദർശനം ദൈവവിളിയുടെ ആരംഭത്തിലുണ്ട്. ഒരു വിഷൻ, ഒരു കാഴ്ചയുണ്ട്. അവിടെ മോശ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടെങ്കിൽ ഇവിടെ എന്താ കണ്ടേ? ഏശയ്യ 6:1,
ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ആ കാഴ്ചയാണ് ദൈവവിളിയുടെ ആരംഭം. അങ്ങനെ ഒരു പ്രോപ്പർ വിഷൻ ഇല്ലാതെ വൊക്കേഷൻ സ്വീകരിക്കുന്നവർക്ക്, അത്തരമൊരു കണ്ടുമുട്ടലില്ലാതെ ദൈവവുമായി കർത്താവുമായി ഒരു കണ്ടുമുട്ടലില്ലാതെ ദൈവവിളി സ്വീകരിച്ചാൽ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് അടിസ്ഥാനമില്ലാതായി പോകും. അതുകൊണ്ട് ഈ കാര്യം എപ്പോഴും ഓർത്തേക്കണം. വിഷൻ പ്രിസീഡ്സ് വൊക്കേഷൻ. ആ കാഴ്ചയാണ്, ആ ദർശനമാണ് ദൈവവിളിയുടെ ശുശ്രൂഷയുടെ ആരംഭം. രണ്ടാമത്തത്, അവിടെ മോശ പറഞ്ഞില്ലേ ഞാൻ അയോഗ്യനാണെന്ന് പറഞ്ഞില്ലേ? മോശ പറഞ്ഞു എന്തിന് ഞാനാണോ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്? മോശ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ നോക്കിക്കേ, റിലക്റ്റൻസ്, റെസിസ്റ്റൻസ് ആരുടെ ഭാഗത്ത് നിന്ന്? യെശയ്യായുടെ ഭാഗത്ത് നിന്ന്. യെശയ്യ ഉടനെ സങ്കടപ്പെടുകയല്ലേ? 5-ാമത്തെ വാക്യം തൊട്ട്, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എനിക്കറിയാം ഇത് കേൾക്കുന്നവർ, നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളോ യുവജനങ്ങളോ ഒക്കെ ദൈവവിളി ശുശ്രൂഷ, ദൈവവിളിയിലേക്ക്, എല്ലാം ദൈവവിളിയാണ്, പക്ഷെ എന്നാലും ദൈവവചനത്തിന് ശുശ്രൂഷകരാകുവാൻ, ഉപാസകരാകുവാൻ, പൗരോഹിത്യ സന്യാസ ദൈവവിളിക്ക് ഒന്ന് മടി പിടിച്ച് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തേക്കണേ, അത്തരമൊരു റിലക്റ്റൻസ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ യെശയ്യ കണ്ടില്ലേ പറയുന്നത്, ഞാൻ അശുദ്ധനാണ്, ഐ എം നോട്ട് വർത്തി ഇനഫ്, അതിനുള്ള യോഗ്യത എനിക്കില്ല. അവിടെയാണ് ദൈവവിളിയുടെ അടുത്തൊരു ഘട്ടം വരുന്നത്, പ്യൂരിഫിക്കേഷൻ, വിശുദ്ധീകരണം നടത്തും കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് ഒരുക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്യും. അതാണ് നമ്മൾ ഏത് വാക്യത്തിൽ കാണുന്നത്? 7-ാമത്തെ വാക്യം നോക്കുകയും, ഇത് നിന്റെ അതരങ്ങളെ, ബലിപീഠത്തിൻ്റെ തീക്കട്ട, ഇത് നിന്റെ അതരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യു ആർ പ്യൂരിഫൈഡ്, യു ആർ സാങ്ക്ടിഫൈഡ്. വിശുദ്ധീകരിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുകയാണ്. അത് കഴിയുമ്പോൾ, അത്രയും കഴിഞ്ഞപ്പോൾ ദർശനം കിട്ടി, ഒന്ന് പേടിച്ചു, മടി പറഞ്ഞു, പ്യൂരിഫൈ ചെയ്തു. അത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ സന്നദ്ധനാവുകയാണ്, തൻ്റെ സന്നദ്ധത അറിയിക്കുകയാണ്. എ വോളണ്ടിയർ, ഹിയർ ഐ ആം എന്ന്. അതായത് വളരെ താല്പര്യത്തോടെ, അവബോധത്തോടെ യെശയ്യ പറയുന്നു, ഹിയർ ഐ ആം ലോർഡ് എന്ന് പറയുന്ന ഭാഗമാണ്. 8-ാമത്തെ വാക്യം വായിച്ചേ, സുന്ദരമാണ് ആ വാക്യം. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഹിയർ ഐ ആം ലോർഡ്. ഓരോ പുരോഹിതനും, ഓരോ സന്യസ്തനും, ഓരോ പ്രേക്ഷിതനും ദൈവത്തിന് മുമ്പാകെ പറയുന്നത് ഇതാണ്. കർത്താവ് ചോദിക്കുന്നു, ആരെനിക്ക് വേണ്ടി പോകൂടാ? ഹൂ വിൽ ബി മൈ ഹാൻഡ്, ഹൂ വിൽ ബി മൈ ടങ്? എൻ്റെ കരമായി, എൻ്റെ നാവായി ആര് പ്രവർത്തിക്കും? എളിമയോടെ ഈ ദാസർ പറയുന്നു, ഹിയർ ഐ ആം ലോർഡ്. കർത്താവേ, ഇതാ നിന്റെ ദാസർ, അയച്ചാലും, ഞങ്ങളെ അയച്ചാലും. ഇനി പൗലോസ്ലീഹായുടെ ലേഖനത്തിലേക്ക് പോകാം. കോറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഈ പൗലോസ്ലീഹായുടെ ലേഖനം വായിക്കുമ്പോഴൊക്കെ എനിക്കൊരു അച്ഛൻ്റെ അറിയിപ്പ് പോലൊക്കെ ഫീൽ ചെയ്യും. ഞാനും വികാരിയായിട്ടിരുന്നല്ല, ഇപ്പോഴല്ലേ കുറച്ച് കാലമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് ഫുൾ ടൈമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാനും അറിയിപ്പൊക്കെ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും പൗലോസ്ലീഹായുടെ ശൈലി, പൗലോസ്ലീഹയോടെ പറയുന്നതെന്ന് അറിയാമോ? അതായത് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പള്ളിയിൽ നിന്നാണ് ചെലവ് നടക്കേണ്ടത്, വചനം പറയുന്നവർക്ക് അവരുടെ ചെലവ് നടക്കേണ്ടത് വചനം വഴിയാണ്. സംശയം എന്താ ഉള്ളത്? ആ ശുശ്രൂഷയാണ് അവരെ പേ ചെയ്യേണ്ടത്, അവരുടെ കാര്യങ്ങൾ നടക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, എന്നാലും എനിക്കൊന്നും വേണ്ട. കാരണം എന്താ? ആ പൗലോസ്ലീഹ പറയുന്നു, അഭിമാനക്ഷതം ഏൽക്കുന്നതിലും നല്ലത് അങ്ങ് മരിച്ചു കളയുന്നതാണ്. പൗലോസ്ലീഹയുടെ വർത്തമാനമാണ്. അതായത് ആരെങ്കിലും വന്ന് നമുക്കിട്ടൊരു കുത്തു തരുന്നതിലും ഭേദം, എൻ്റെ അഭിമാനത്തെ താറടിക്കുന്നതിലും ഭേദം അങ്ങ് മരിക്കുന്നതാണ് എന്നാണ് പൗലോസ്ലീഹയുടെ വാക്കൊക്കെ നോക്കണം. എന്തെന്നാൽ മറ്റൊരുവനിൽ നിന്ന് അഭിമാനക്ഷതം, 15-ാമത്തെ വാക്യമാണ് കേട്ടോ, 1 കൊരിന്തോസ് 9:15. എന്തെന്നാൽ മറ്റൊരുവനിൽ നിന്ന് അഭിമാനക്ഷതം ഏൽക്കുന്നതിൽ ഭേദം മരിക്കുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നു, സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഞാൻ നന്നായിട്ട് സുവിശേഷം പറയുന്നു എന്നത് എൻ്റെ അഹങ്കാരത്തിൻ്റെ വിഷയമല്ല, ആകാൻ പാടില്ല. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നു, അതെൻ്റെ കടമയാണ്, ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവൻ്റെ തലയിൽ കയറേണ്ട കാര്യമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. വോ ടു മീ, ഞാൻ നശിച്ചു സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ. ഇത്രയും കേട്ട് മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് എങ്ങോട്ട് വരണം? സുവിശേഷത്തിലേക്ക് വരാം. സുവിശേഷം, മത്തായി സുവിശേഷം 10-ാം അധ്യായം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈശോ അധികാരമേൽപ്പിച്ച്, അതോറിറ്റി ഏൽപ്പിച്ച് ശിഷ്യന്മാരെ വിടുന്നതാണ്. പോകുന്ന വഴിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു.
എന്നിട്ട് നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് സമയം നീണ്ടു പോകുന്നതുകൊണ്ട് അല്പം തിരക്ക് കൂട്ടുന്നത്. ഒന്ന് അധികാരമേൽപ്പിച്ചാണ്. ശുശ്രൂഷയാണെങ്കിലും ഇത് അധികാരമുള്ള ശുശ്രൂഷയാണ് കേട്ടോ. ഇതേത് അധികാരം? സൂപ്പർ നാച്ചുറൽ അതോറിറ്റി. ദൈവമേൽപ്പിച്ച ഒരു അധികാരത്തിൻ്റെ പുറത്താണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്, മിഷൻ ചെയ്യേണ്ടത്. സ്വന്തം തീരുമാനമോ സ്വന്തം യുക്തിയോ അല്ല, മറിച്ച് ദൈവിക അധികാരത്തിൻ്റെ കീഴിൽ. ആ വാക്ക് എവിടെ കിടക്കുന്നത്? 10-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ അവസാനം. അവർക്ക് അധികാരം നൽകി. ദേ വേർ ഓതറൈസ്ഡ്. അധികാരം കൊടുത്ത് വിട്ടു. രണ്ടാമത്തത്, സുവിശേഷത്തിൻ്റെ കണ്ടന്റ് എപ്പോഴും എന്തായിരിക്കണം? അത് സോഷ്യൽ അല്ല, സാമൂഹിക പ്രശ്നങ്ങളല്ല, ധാർമ്മികതയല്ല, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. എപ്പോഴും സുവിശേഷത്തിൻ്റെ കോർ എന്ന് പറയുന്നത് സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം പ്രഘോഷിക്കുവിൻ, സ്വർഗരാജ്യം പ്രഘോഷിക്കുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. 7-ാമത്തെ വാക്യം, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. എന്നിട്ടോ ഈ പ്രസംഗത്തെ സഹായിക്കുന്നതാണ് എന്ത്? സൗഖ്യം. ഹീലിംഗ് ഈസ് എ സൈൻ. ഈ പ്രസംഗത്തെ കൺഫേം ചെയ്യുന്നതാണ് സൗഖ്യം. ഈ സൗഖ്യങ്ങളിലൂടെ, നമ്മുടെ അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഇന്നും നമുക്കിടയിൽ പ്രവർത്തിക്കാൻ മനസ്സിലാക്കേണ്ടത് ഈ ടീച്ചിങ് ആളുകളിലേക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് എത്താൻ കർത്താവ് നമുക്ക് തരുന്ന കൺഫർമേഷനാണ് നമുക്കിടയിൽ നടക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും എന്നോർക്കണേ. എന്നിട്ട് കർത്താവ് സൂചന തരുന്നുണ്ട്, റിസപ്ഷനും റിജക്ഷനും ഉണ്ടാകും. അതായത് ചെല്ലുമ്പോൾ എല്ലാവരും സ്വീകരിക്കുന്നൊന്നുമില്ല കേട്ടോ, എതിർപ്പുണ്ടാകും. സാരമില്ല, കാലിലെ പൊടിയും തട്ടി കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പൊക്കോ. റിസപ്ഷൻ ഉണ്ടാകും, ചിലർ വളരെ കാര്യമായിട്ട് സ്വീകരിക്കും, അവർക്ക് കൊടുക്ക്. എതിർപ്പ് കിട്ടിയാലും മടുത്തു പോകരുത്. അത് ഇതിൻ്റെ ഭാഗമാണ്. ഒടുക്കം കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒരു എസ്കറ്റോളജിക്കൽ ആഭിമുഖ്യം, യുഗാന്ത്യത്തിലേക്ക്, അന്ത്യദിനത്തിലേക്ക് ഒരു നോട്ടമുണ്ടാകണം. മിഷൻ നമ്മൾ ലോകത്തെ മുഴുവൻ ഒരുക്കുകയാണ്. നമ്മുടെ കർത്താവ് തമ്പുരാൻ വാനമേഘങ്ങളിൽ വരുന്ന അന്ത്യകാലത്ത് വിധിയുടെ നാളിൽ ഒരുങ്ങാൻ നമ്മളെല്ലാവരെയും ഒരുക്കാണ്. ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല മിഷൻ ചെയ്യേണ്ടത്, മറിച്ച് യുഗാന്ത്യോന്മുഖമായിരിക്കണം. യുഗാന്തോന്മുഖമായ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ഈ കാലത്ത് ചെയ്യേണ്ടത്. ഇത്രയൊക്കെ ഞാൻ മിഷനെക്കുറിച്ച് ആഘോഷമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർ ചിന്തിച്ചിട്ടുണ്ട്, അച്ഛാ ഇത് നിങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ പോലെ എന്തിനാ ഞങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആഗോള കത്തോലിക്ക സഭയുടെ മിഷൻ്റെ മധ്യസ്ഥ 24 വയസ്സുവരെ ജീവിച്ചിട്ടുള്ളൂ. അവൾ എങ്ങോട്ടും അധികം യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിൽ പലരെയും പോലൊക്കെ തന്നെ അധികം യാത്ര ചെയ്തിട്ടില്ല, എങ്ങും പോയി അധികം ഒന്നും പ്രസംഗിക്കാനൊന്നും പറ്റിയിട്ടില്ല. വളരെ ചെറിയ പ്രായത്തിൽ 24-ാമത്തെ വയസ്സിൽ മരിച്ചവൾ ആരാത്? ആഗോള കത്തോലിക്ക സഭയുടെ മിഷൻ്റെ മധ്യസ്ഥ കൊച്ചു ത്രേസ്യ, സെൻറ്റ് തെരേസ ഓഫ് ലിസ്യുവിലെ ചെറുപുഷ്പം കൊച്ചു ത്രേസ്യയാണ് മിഷൻ്റെ മധ്യസ്ഥ. ഒറ്റ വാക്കാണ് കീ വേർഡ്. എന്താ അത്? സാൽവേഷൻ ഓഫ് സോൾസ്, ആത്മാക്കളുടെ രക്ഷ. എൻ്റെ പ്രിയമുള്ള, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുമൊക്കെ പ്രേക്ഷിതരാകാം, മിഷൻ പ്രവർത്തനം നടത്താം. എങ്ങനെയാ അത്? ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുക. അത് പ്രാർത്ഥനയിലൂടെ, പരിത്യാഗങ്ങളിലൂടെ. അതായത് നടക്കുന്ന വഴിക്ക് കാലൊന്ന് തട്ടി ഉടനെ പ്രാർത്ഥിക്കുക, കർത്താവെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ പൊന്നു ചേച്ചിമാരെ, കറിക്കരിയുന്ന വഴിക്ക് കൈയൊന്ന് മുറിഞ്ഞു, കരയാൻ, നിലവിളിക്കാനോ ബഹളം വെക്കാനോ ഒന്നും പോകണ്ട, ആരെയും പ്രാകുകയും പള്ളു പറയുകയും ഒന്നും വേണ്ട. ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുന്നു. ഒരു നിന്നാപമാനം ഏറ്റെടുക്കേണ്ടി വരുന്നു, നമ്മൾ അറിയാത്ത ഒന്നിന് ആരോപണ വിധേയരാകുന്നു, നമ്മൾ പരിഹാസത്തിൻ്റെ വിഷയമാകുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകണ്ട. ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുക. സാൽവേഷൻ ഓഫ് സോൾസ്, ആത്മാക്കളുടെ രക്ഷ സാധ്യമാക്കുന്നതിലൂടെ നമ്മളൊക്കെ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയാണ് എന്നോർക്കണേ. അപ്പോൾ ഒരു ലോങ് സെർമണായിരുന്നു ഇന്നത്തത്. എനിക്കറിയാം സാധാരണ ഒരല്പമൊക്കെ ചുരുക്കി പറയാനൊക്കെ ശ്രമിക്കുന്നതാണ്. ഇന്ന് അല്പം നീണ്ടുപോയി. ഇന്നലെ ലൂക്കാ സുവിശേഷകൻ്റെതും ആവേശം കൊണ്ട് അല്പം നീണ്ടുപോയെന്ന് എനിക്കറിയാം. സാരമില്ല, നിങ്ങൾ സമയം പോലെ കേൾക്കുക, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, പങ്കുവയ്ക്കുക, പിന്തുണ കൊടുക്കണം കേട്ടോ. സഭയ്ക്ക്, തിരുസഭയ്ക്ക്, പ്രത്യേകിച്ച് തിരുസഭയുടെ മിഷന്, ഈശോയെ പ്രഘോഷിക്കുന്ന, സ്വർഗത്തെ പ്രഘോഷിക്കുന്ന, യുഗാന്ത്യത്തിലേക്ക് ജനത്തെ ഒരുക്കുന്ന ഈ മിഷന് നിങ്ങളെ കൊണ്ടാകുന്നത് പോലെയൊക്കെ പിന്തുണ കൊടുക്കണം. അതായത് ഇവിടത്തേക്ക് മാത്രം പള്ളിക്ക് കൊടുക്കുന്നതൊക്കെ മോശമാണെന്ന് ചിന്തിക്കരുത്, സഭയ്ക്ക് കൊടുക്കുന്നത് മോശമാണെന്ന് ചിന്തിക്കരുത്. അങ്ങനല്ല. നമുക്ക് ഇനിയൊരു തലമുറ ഇത് പഠിപ്പിക്കണ്ടേ? ഇനിയൊരു തലമുറ വളർന്നു വരുന്നില്ല. ആ കാലത്ത് ഇതിവിടെ കാണണ്ടേ? തിരുസഭ ഇവിടെ കാണണ്ടേ? അതിനുവേണ്ടി ഒരു പങ്ക് മാറ്റിവെക്കുന്നതാണ് നമ്മൾ മിഷന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈശോയെ അറിഞ്ഞതും നന്നായിട്ട് അറിയാത്തവരില്ലേ? ഈശോയെ അറിഞ്ഞെങ്കിലും ഇടയ്ക്കൊന്ന് ഇടറിപ്പോകുന്നവരില്ലേ? അവരിലേക്ക് വീണ്ടും ഈശോയെയും അവരുടെ സുവിശേഷം എത്തിക്കണ്ടേ? സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. പിന്മാറരുത് പ്രിയമുള്ളവരെ. ഈ കേട്ടതൊക്കെ ഒരു കാഴ്ച, ഒരു എൻകൗണ്ടറിൽ ആരംഭിച്ച് ഒരു വിശുദ്ധീകരണം, ഒരു പരിശീലനത്തിൻ്റെ ഘട്ടം, അത് കഴിഞ്ഞൊരു കമ്മീഷനിങ് അതോറിറ്റി ഏൽപ്പിക്കുന്നു, അത് കഴിഞ്ഞ് പ്രൊക്ലമേഷൻ, പ്രഘോഷണത്തിൻ്റെ ഘട്ടം, ആത്മദാനം, ശുശ്രൂഷകൻ പ്രേക്ഷിതൻ സ്വയം കൊടുക്കണം, ഒടുക്കം
ഈ യാത്രയിലൊക്കെ കർത്താവ് കൂടെ ഉണ്ടാകും. അക്കമ്പനിമെൻറ്റ് ഈ യാത്ര ഒരുമിച്ചാണ് കർത്താവുമായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവവിളിയൊക്കെ ആഗ്രഹിക്കണം കേട്ടോ. കൂടുതൽ കുട്ടികൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കട്ടെ. സന്യസ്തരുണ്ടാകട്ടെ. നമുക്ക് ഈശോയുടെ ശുശ്രൂഷയുടെ ഭാഗമാകാം. പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, പ്രേക്ഷിതയായ തിരുസഭയെ തിരുമുമ്പാകെ പരമേൽപ്പിക്കുന്നു. ലോകം മുഴുവനും നിന്നെക്കുറിച്ച് പറയുവാൻ, നിരാശയുടെ, വെറുപ്പിൻ്റെ, പകയുടെ, ആത്മനിന്ദയുടെ ഒരു കാലത്ത് പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സുവിശേഷം, ആ സമാധാന രാജാവായി നിന്നെ പ്രഘോഷിക്കാൻ, ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇനിയും നീ അഭിഷേകത്തോടെ വിശുദ്ധിയുള്ള ശുശ്രൂഷകരെ സഭയിൽ ഉയർത്തണമേ. ഞങ്ങളായിരിക്കുന്ന പരിസരങ്ങളിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഞങ്ങളെയും ഉപകരണങ്ങളാക്കണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.